നമസ്കാരം. റേക്കി ശാക്തേ. മെഡിറ്റേഷൻ ആൻഡ് മെഡിക്കേഷൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് തിങ്സ്? ഇന്ന് ലോകത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന ഒരു മേഖലയാണ് ആരോഗ്യമേഖല. ഏറ്റവും സുതാര്യമായ ഒരു പ്രവർത്തന മേഖലയാണ് ഒരാളുടെ സ്വാസ്ഥ്യം. അത് കൈവരിക്കുന്നതിന് ആ വ്യക്തി തന്നെ ഉത്തരവാദി ആണ്. സമൂഹം അതിന് സഹായകരമായിട്ടുള്ള ഉപോത്ഭകമായ കാര്യങ്ങൾ പ്രദാനം ചെയ്ത് തരുന്നു എന്ന് മാത്രം. മെഡിക്കേഷൻ വഴി രോഗനിവാരണങ്ങൾ പരിഹരിക്കപ്പെടുന്നു. പക്ഷേ വീണ്ടും വീണ്ടും രോഗങ്ങൾ പുതിയതായി ഉരുത്തിരിഞ്ഞു വരുന്നു. ശരീരം അത് മറ്റേതോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു സ്വാസ്ഥ്യം ലഭ്യമാകുന്നതിന് വേണ്ടി. ഈ മെഡിക്കേഷൻ പ്രധാനമായും പങ്കുവഹിക്കുന്നത് ഫിസിയോളജിയെയും അനാട്ടമിയെയും ബേസ് ചെയ്തിട്ടാണ്. പത്തോളജിക്കൽ ഡെവലപ്മെൻറ്റ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ജനറൽ മെഡിസിൻസ് രോഗിക്ക് നൽകുന്നത്. അതുപോലെ അനാട്ടമിക്കൽ ഒബ്സർവേഷൻസ്, നിരീക്ഷണം. അനാട്ടമി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആത്മാവില്ലാത്തത്. അതിനെക്കുറിച്ചുള്ള പഠനമാണത് ശരിക്കും. മെഡിറ്റേഷൻ വഴി രോഗങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് കോഴ്സ് 1 മാസം കഴിക്കേണ്ടത് 2-3 ദിവസം കഴിച്ചാൽ മാറും. മെഡിറ്റേഷനിലൂടെ മെഡിക്കേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ. റേക്കി ഒരു മെഡിറ്റേഷനാണ്. റേക്കി എന്ന വാക്ക് പ്രാപഞ്ചിക പ്രാണൻ, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് വൈബ്രേഷൻ ഇൻ ദി യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൽ ആദ്യമായിട്ടുണ്ടായ സ്പന്ദം. ഒരന്വേഷണാത്മകതയുടെ ഭാഗമായിട്ടാണ് ഈ ചികിത്സാരീതി ഉരുവം കൊള്ളുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ റേക്കിയിലൂടെ സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ റേക്കി പരിശീലിക്കുന്നതിനും ഒരു ധ്യാനം, മെഡിറ്റേഷൻ, ആ ഒരവസ്ഥ കൈവരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ജീവിയും ഓരോ വൈബ്രേഷനിലാണ്. നാം ഉണ്ടായത് 2 വൈബ്രേഷനുകളുടെ കൂടിച്ചേരലിൽ നിന്നാണ് നാം പുനർജനിച്ചത്. അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒരു സ്പന്ദം എല്ലായ്പ്പോഴും നമ്മളും തന്നെയാണ്. അപ്പോൾ ഈ അറിവ് ആദ്യമായിട്ട് നാം
ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു ലൈംഗികതയുടെ ബഹിർസ്ഫുരണമാണ് ഓരോ ജീവിയും. അപ്പോൾ പ്രധാനമായിട്ടും ജീവനുള്ള എല്ലാ ജീവികളിലും പ്രാമുഖ്യം നിൽക്കുന്നത് ഈ വൈബ്രേഷൻ്റെ അനുസ്ഫുരണങ്ങളായിരിക്കും. അപ്പോൾ ഒരു ധ്യാനഘട്ടം കൈവരിക്കുന്നതിന്, അതിൻ്റെ പ്രാഥമിക തത്വത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമുക്ക് ആദ്യമായി വേണ്ടുന്നത് ഈ ധ്യാനത്തിൻ്റെ ഒരു പുഷ്പോദയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുവഴി ജീവിതം, സാഹചര്യം ഇവ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ധ്യാനത്തിൻ്റെ പുഷ്പോദയം ഇത് ഒരു ഭാരതീയ സങ്കല്പം മാത്രമല്ല, ഒരു സമ്പ്രദായം മാത്രമല്ല. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ധ്യാനം അഭ്യസിക്കുന്ന അനേകം ജനപദങ്ങളുണ്ട്. ഇതൊരു രീതിശാസ്ത്രവും അല്ല. നിങ്ങൾക്ക് ധ്യാനം പഠിക്കാൻ ആകില്ല. അതൊരു വളർച്ചയാണ് നിങ്ങളിൽ. നിങ്ങളുടെ സമ്പൂർണ്ണ ജീവിതത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അതിൻ്റെ തന്നെ വൃദ്ധിയാണത്. നിങ്ങളുടെ സ്വാഭാവികമായ അവസ്ഥയോട് കൂട്ടിച്ചേർക്കാവുന്ന ഒരു ഉൽപ്പന്നമല്ലത്. ധ്യാനം കൂട്ടിച്ചേർക്കാവുന്നതല്ല. അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിലൂടെ, രാഗസംക്രമത്തിലൂടെ, ഉത്പരിവർത്തനത്തിലൂടെ നിങ്ങളിലേക്കത് വന്നു ചേരുകയാണ്. അത് പുഷ്പോദയമാണ്, വളർച്ചയാണ്. വളർച്ച എപ്പോഴും പൂർണ്ണതയിലേ സംഭവിക്കൂ. അതൊരിക്കലും കൂട്ടിച്ചേർക്കലുമല്ല. സ്നേഹത്തെ പോലെ ഒട്ടിച്ചു ചേർക്കാവുന്ന ഒന്നല്ല അത് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സമഗ്രതയിൽ നിന്ന് വളർന്നു വരുന്നതാണ്. നിങ്ങൾ ധ്യാനോന്മുഖമായി വൃദ്ധി പ്രാപിക്കേണ്ടിയിരിക്കുന്നു, വളരേണ്ടിയിരിക്കുന്നു. അതിന് ആദ്യപടി മഹാമൗനം എന്ന് പറയുന്ന ധ്യാനമാണ് നാം ശീലിക്കേണ്ടത്. ശാക്തേയ സമ്പ്രദായത്തിൽ നമ്മളെ തന്നെ ശ്രമിച്ചാൽ നമുക്കത് അനായാസേന കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ആദിസ്പന്ദം, ആദി പരാശക്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ ധ്യാനത്തിലേക്ക്, ധ്യാന ശ്ലോകം ചെയ്യുമ്പോൾ തന്നെ മൗനം കൈവരിക്കുന്നു. ആ മൗനത്തിൽ നിന്ന് ബൃഹത്തായ ഒരു പ്രപഞ്ചബോധം നമ്മളിൽ പ്രകാശപൂരിതമാകും. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരതാരാനായകശേഖരാം സ്മൃതിമുഖി മാഭീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണ്ണരത്നചഷകം രക്തോൽബലം ബിഭ്രതീം സൗമ്യാം രത്നകളസ്ഥരക്തചരണാം ധ്യായേത് പരാമംഭികാം. ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കത് മൗനത്തിലേക്കാണ് നമ്മൾ മടങ്ങി വരുന്നത്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സ്വത്വം ഇല്ലെങ്കിൽ ടോട്ടാലിറ്റി, അതിൻ്റെ ആദ്യ അനുരണനം അത് നമ്മളിൽ നിന്ന് സാവധാനത്തിൽ പ്രകമ്പനമായി തെളിഞ്ഞു വന്നു തുടങ്ങും. ഈ മൗനം, മഹാമൗനം എന്നത് സാധാരണയായി നിഷേധാത്മകമായ എന്തോ
ഒന്നായിട്ടാണ്, അല്ലെങ്കിൽ ശൂന്യമായ എന്തോ ഒന്നായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. ശബ്ദമില്ലാതിരിക്കൽ, ഈ തെറ്റിദ്ധാരണ പ്രബലമായതിന് കാരണം വളരെ കുറച്ചു പേർ മാത്രമേ എപ്പോഴെങ്കിലും മൗനത്തെ അനുഭവിച്ചിട്ടുള്ളൂ. മൗനം എന്ന പേരിൽ അവതരിച്ചിട്ടുള്ളത്, അവരറിഞ്ഞിട്ടുള്ളത് ശബ്ദമില്ലായ്മ മാത്രമാണ്. എന്നാൽ മൗനം തീർത്തും വിഭിന്നമായ ഒരു പ്രതിഭാസമാണ്. അത് പൂർണ്ണമായും ഗുണാത്മകമാണ്. അത് സത്തയുള്ള സ്വത്വാവ ബോധം ആണ്, ശൂന്യമല്ലത്. അത് നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു സംഗീതം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞതാണ്. നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു സുഗന്ധത്താൽ പരിപൂരിതമായ, അന്തർദൃഷ്ടി കൊണ്ട് മാത്രം കാണാനാവുന്ന ഒരു പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ മൗനം നിങ്ങളുടെ ചിതാകാശത്തിൽ. അത് കൽപ്പിതമല്ല, യഥാർത്ഥമാണ്. എന്നാലോ എല്ലാവരിലും അന്തർലീനമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. നാം ഒരിക്കലും അകത്തേക്ക് നോക്കുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മളുടെ നേത്രങ്ങൾ, ഈ അന്ധക്കരണം, അതുപോലെ ഘ്രാണേന്ദ്രിയങ്ങൾ, നാസേന്ദ്രിയങ്ങൾ എല്ലാം തന്നെ വെഷ്ടിയിലേക്ക്, പുറത്തേക്ക് തുറന്നിരിക്കുകയാണ്. ഒരിക്കലും നമുക്ക് നമ്മളുടെ ഇൻറ്റേർണൽ ടർബുലൻസിനെ കുറിച്ചോ ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള നിതാന്ത ശൂന്യതയെക്കുറിച്ചോ ചിന്തിക്കാനുള്ള അവസരം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആന്തരിക ലോകത്തിൽ അതിൻ്റേതായ രുചിയും സുഗന്ധവും വെളിച്ചവുമുണ്ട്. കൂടാതെ അത് അങ്ങേയറ്റം നിശബ്ദവുമാണ്. അത്യധികം നിശബ്ദവുമാണ്, ചിരന്തനമായും നിശബ്ദനുമാണ്. നീ എന്ന് പറയുന്നത് ചിരന്തനമായ ഒരു മൗനം മാത്രമാണ്. അവിടെ ശബ്ദം ഉണ്ടായിട്ടില്ല. ഒരിക്കലും ആ പറയുന്ന നീയിൽ ശബ്ദത്തിൻ്റെയോ സ്പർശത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ രുചിയുടെയോ ഒരു ചടുലതകളുടെയും സാമീപ്യം ഏറ്റിട്ടില്ല. അത്രമേൽ പരിശുദ്ധമായ ഒരു സ്ഫുലിംഗമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് സ്വമേധയ സ്വയംഭൂ ആയിത്തീർന്നിട്ടുള്ളതാണത്. അവിടെ നിങ്ങൾക്ക് മൗനത്തിലൂടെ മാത്രമേ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സത്തയുടെ കേന്ദ്രം ഒരു ചുഴലിയുടെ കേന്ദ്രമാണത്. ചുറ്റും നാം നടക്കുന്നത് അതിനെ ബാധിക്കുന്നില്ല. അത് ചിരന്തന മൗനമാണ്. ദിവസങ്ങളും വർഷങ്ങളും യുഗങ്ങളും, എന്തിന് ജന്മങ്ങൾ തന്നെ വരികയും പോവുകയും ചെയ്യുന്നു. എന്നാൽ അസ്തിത്വത്തിൻ്റെ ചിരന്തന മൗനം മാറ്റമില്ലാതെ തുടരുന്നു. അത് മൂകസംഗീതം, ദൈവീകതയുടെ അതേ സുഗന്ധം, നശ്വരമായ നൈമീഷികമായ
എല്ലാറ്റിൽ നിന്നുമുള്ള അതിവർദ്ധനം, അത് നിങ്ങളുടെ മൗനമല്ല, നിങ്ങൾ അതാകുന്നു. അത് നിങ്ങളുടെ വരുതിയിലുള്ള ഒന്നല്ല, നിങ്ങൾ അതിൻ്റെ വരുതിയിലാണ്. അതാണതിൻ്റെ മഹത്വം. നിങ്ങൾ പോലും അതിലില്ല. കാരണം നിങ്ങളുടെ സാന്നിധ്യം പോലും ഒരലോസരമാകും. ഈ നിശബ്ദത അത്രമേൽ പ്രൗഢമാണ്. അതിൽ ആരും ഇല്ല, നിങ്ങൾ പോലും. ഈ മൗനം നിങ്ങൾക്ക് സത്യത്തെ കൊണ്ടുതരുന്നു, സ്നേഹത്തെയും മറ്റനവധി അനുഗ്രഹങ്ങളെയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഒരു സാകല്യമായ കൈവല്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും റെയ്ക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത് ആ സന്ദർഭത്തിലായിരിക്കണം. അങ്ങനെ ഒരു മഹാമൗനത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. പ്രപഞ്ചബോധം നിങ്ങളെ നയിക്കും. പ്രകൃതി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിരിഞ്ഞു വരും. അങ്ങനെ റെയ്ക്കി ഇൻവോക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ കപാലകുണ്ഡലങ്ങൾ തുറന്ന് പ്രാണാധാനന്മാർ കൈവെള്ളുകളിലേക്ക് വരും. ആ സമയം നിങ്ങൾ റെയ്ക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ മഹാമൗനത്തിലിരുന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ബുദ്ധനെ പോലെ വിശ്രൂതനാകാൻ സാധിക്കും. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ, ശാക്തിക ശരീരത്തിൻ്റെ വളർച്ച കിലോമീറ്ററുകളോളം ദൂരത്തിലേക്കത് നീങ്ങിപ്പോകും. നിങ്ങൾ ഊർജത്തെ, പ്രാണനെ, പ്രാപഞ്ചിക പ്രാണനെ കപാലകുണ്ഡലങ്ങളിലൂടെ ആവാഹിക്കുമ്പോൾ ശിരസിൻ്റെ മുകളിലായി സഹസ്രാരത്തിലൂടെ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. അതിൽ നിന്ന് പ്രവാഹം താഴേക്ക് പോയി അത് കാലിൻ്റെ വിരലുകളിലൂടെ ഒഴുകിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അതേസമയം തന്നെ ഒരു നദി ഉയർന്ന് നിങ്ങളുടെ കാൽവിരലുകളിലൂടെ അത് തിരിച്ചൊഴുകി നിങ്ങളുടെ സഹസ്രാരത്തിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങും. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജത്തെ, മെയിൽ ആസ്പെക്റ്റ് ഓഫ് ക്യാരക്ടറും, ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന ആ എനർജി, നദിയെ ഫീമെയിൽ ആസ്പെക്റ്റ് ഓഫ് ക്യാരക്ടറുമായിട്ടാണ് സങ്കല്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ശരീരം, ഫിസിക്കൽ ബോഡി ഒരു ഹാർമണിയസ്, ഒരു ഇക്വിലിബ്രിയം, ബോഡി മൈൻഡ് സോൾ ഇക്വിലിബ്രിയം, ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകും. ആ സമയത്ത് നിങ്ങൾക്ക് പാരഡൈം ഷിഫ്റ്റിംഗ് സംഭവിപ്പിക്കാൻ സാധിക്കും. രോഗങ്ങളെ നിങ്ങൾക്ക് തെർമോഡൈനാമിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ നട്ടെല്ലിൻ്റെ ഉള്ളിൽ, ആധാര ചക്രങ്ങൾക്കുള്ളിൽ കാലവഞ്ചനം എന്ന് പറയുന്ന അവസ്ഥ സംജാതമാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മഹാമൗനം എപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ ആ സമയത്ത് നിങ്ങൾ റെയ്ക്കി പ്രാക്ടീസ് ചെയ്യുക. ചാൻഡിങ് ദി പോളിനേഷൻ സോങ് ഹേലോവ കിലോവ മാനാഹോലോ സേഹേക്കി സോഹം. ഈ ഹേലോ കീലോ മാനാഹോലോ സേഹേക്കി സോഹം എന്ന് ചാൻഡ് ചെയ്യുമ്പോൾ പ്രകൃതി നിങ്ങളോട് ഇണങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. അതായത് പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു കീ വേർഡ്സാണ് ഈ പറയുന്ന മന്ത്രം. 9 times ആണ് അത് ചാൻഡ് ചെയ്യുന്നത്. റെയ്ക്കി ഇൻവോക്ക് ചെയ്യുന്നത് ഞാൻ എന്നോട് നന്ദി, ഞാൻ റെയ്ക്കിയോട് നന്ദി, ഞാൻ എന്നോട് നന്ദി എന്ന് നെഞ്ചിൽ കൈവച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ കൈവയ്ക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിൽ ഊർജം കൊണ്ടും നിറയും. ഒരു ശക്തി ഗോളമായിട്ട് നിങ്ങളിലത് വെള്ളകളിൽ, ഇരുകൈവെള്ളകളിലും നിറയും. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളുടെ ഫ്രീക്വൻസി, ഓറ കാണാനുള്ള കഴിവിലേക്ക് എത്തിച്ചേരും. അങ്ങനെ റെയ്ക്കിയുടെ പരമമായ അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ച് വിത്ത് ലവ് ലൈറ്റ് ഓഫ് റെയ്ക്കി.